അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്റ്റിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത്, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ലോട്ടറിയുടെ പേരുകൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ നമ്മൾ ആ ടിക്കറ്റിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഓരോ നമ്പറുകൾ, അത് എന്താണ് എങ്ങനെയെന്നുള്ളതാണെന്ന് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അക്ഷയാണിത്. ഓക്കെ, എ അക്ഷയാണ്, 50-50 ആണ്. എഫ് കെ കാരുണ്യാണ്, എം മൺസൂൺ ബമ്പറാണ്. എം മനസ്സിലായില്ലേ, മൺസൂൺ ബമ്പറാണ്. എൻ നിർമ്മലാണ്, പി കാരുണ്യ പ്ലസ്, എസ് ശ്രീശക്തിയാണ്, ടി ഓണവമ്പറിൽ തുടങ്ങുന്ന ഒരു സീരീസിൽ തുടങ്ങുന്ന സംഭവമാണ് ടി ഓണവമ്പർ. വി വന്നിട്ട് വിഷു ബമ്പറാണ്. വിഷുവിനൊക്കെ വിഷു ബമ്പർ എടുക്കുമ്പോൾ അതിൽ വി തുടങ്ങുന്ന സീരീസ് ആയിരിക്കും. ഡബ്ല്യു ആണ് നമ്മുടെ വിൻ വിൻ. ഇതിട്ടിട്ടുള്ളത് ക്രിസ്മസ് ബമ്പറാണ്. മനസ്സിലായില്ലേ, എക്സ് ഇട്ടിട്ടുള്ളത് ക്രിസ്മസ് ബമ്പറാണ്. അപ്പോൾ നമുക്കിത് ഈ ഓരോ ഇതിനും ഓരോ നമ്പറും അതിൻ്റേതായ കുറച്ച് നമ്പറുകളുണ്ട്. അപ്പോൾ ആ നമ്പറുകളൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്പറുകൾ ആദ്യം ABCD എന്നുള്ള ആ ഒരു നമ്പറുകൾ നമ്മൾ അക്ഷരങ്ങൾ ഇത് കണ്ടില്ലേ, ABCDEFGHI അങ്ങനെ Z വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതും എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 9 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതായത് 1 2 3 4 5 6 7 8 9 വരെ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ നീട്ടി അങ്ങോട്ട് എഴുതി പോയിട്ടില്ല. 9 വരെ എഴുതിയതിന് ശേഷം നെക്സ്റ്റ് I കഴിഞ്ഞ് J ഇതിന് താഴെയാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഒരു 9ൻ്റെ മെത്തേഡിൽ, അപ്പോഴാണ് നമുക്ക് 3 6 9ൻ്റെ ഒരു മെത്തേഡിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. A 1 ആണ്. ഓക്കെ, A 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 ഇട്ടു. മനസ്സിലല്ലേ. B ഇതേ 1 2 3 4 5 6 ശരിക്കും പറഞ്ഞാൽ 50-50 6. എങ്ങനെ ഇങ്ങനെ എണ്ണി പോകുമ്പോട്ടാ, അത് ഞാൻ പറയാൻ പോണത്. അത് കഴിഞ്ഞാൽ F കഴിഞ്ഞ് 6 7 8 9 10. J 10 ആണ്, അല്ല 10. ഇവിടെ 10 പിന്നെ കാരുണ്യാണല്ലോ 11. 11 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 11 ഇടാം. ഇവിടെ 1 1 2 ഇടുന്നുണ്ട് ഞാൻ. 1 1 2 ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 11 12 13 മൺസൂൺ ബമ്പർ 13 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഇടാം. 3 1 4 ഇട്ടു മൺസൂൺ ബമ്പർ. അപ്പോൾ 13. അടുത്തത് 14. N നിർമ്മൽ 14 14. അപ്പോൾ നമ്മളിവിടെ 4 1 5 ഇട്ടുള്ളത്. അത് കഴിഞ്ഞ് നിർമ്മൽ കഴിഞ്ഞാൽ 14 15 16 കാരുണ്യ പ്ലസ് 16. ഇവിടെ ഞാൻ 6 1 7 ഇടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ QR S ആണ്, പിന്നെ ശ്രീശക്തിയാണ് വരുന്നത്. അപ്പോൾ 16 കഴിഞ്ഞാൽ 17 18 19 ശ്രീശക്തി. ഓക്കെ, 19. ഇവിടെ 9 1 10 പോരാത്തതിന് ഇത് 1 കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എത്രയാണ്. 19. അത് കഴിഞ്ഞാൽ ഓണ ബമ്പർ 20 ഓണ ബമ്പർ. ഇവിടെ നമ്മൾ 20 ഇട്ടു. ഇവിടെ 2 കിട്ടുള്ളൂ. 20 21 22 വിഷു ബമ്പർ. അപ്പോൾ നമ്മളിവിടെ 4 ഇട്ടു. 22 23 വിൻ വിൻ 23. അപ്പോൾ നമ്മളിവിടെ 5 ഇട്ടു. അടുത്ത് ക്രിസ്മസ് ബമ്പറാണ്. അപ്പോൾ 23 24 അവിടെ 24. ഇവിടെ നമ്മൾ 6 വരുന്നത്. ഇനി നമുക്ക് പിന്നെ അവിടെ നിന്നാണ് ക്രിസ്മസ് ബമ്പർ കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ല. കണ്ടില്ല, ക്രിസ്മസ് ബമ്പർ കഴിഞ്ഞാൽ പിന്നെ പോയി Z ആണ്. അതിലൊന്നും ടിക്കറ്റുകൾ ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പൂജാ ബമ്പർ കൂടി കാണണം. ആ പൂജാ ബമ്പർ എനിക്ക് തോന്നുന്നു J ആണോ എന്നൊരു സംശയമുണ്ട്. പൂജാ ബമ്പർ മനസ്സിലായോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ Jയിൽ വേണമെങ്കിൽ നമുക്ക് പൂജാ ബമ്പർ ഉൾപ്പെടുത്താം. ഇവിടെ F, ഇതിന് മുന്നേ ഇവിടെ ഒരു J ഇടാം. കാരണം ഈ J പൂജാ ബമ്പറാണെന്നൊരു സംശയമുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, അതൊന്ന് അരിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പൂജാ ബമ്പർ നമ്മൾ എഴുതിയില്ല. 1 2 3 4 5 6 7 8 9 10 തന്നെയാണ് പൂജാ ബമ്പറും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 1 ഇടാം. ഇപ്പോൾ നമ്മളൊരു ABCD എന്നുള്ള ഒരു നമ്പറിനെ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്കിതിന് നേരെ വന്നിട്ടുള്ള നമ്പറിൽ നോക്കാം. A 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 3 6 9ൻ്റെ മെത്തേഡിൽ എഴുതുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ മെത്തേഡും കിട്ടുള്ളൂ. കണ്ട, A 1 ആണെങ്കിൽ A 1 തന്നെയാണ്. ഇതാണ് 1 4 7 എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുള്ളത്. മനസ്സിലായ 1 A അവിടെ 1 തന്നെയാണ്. ശരിയാണ്. ഇവിടെ നമുക്ക് F വന്നിട്ടുള്ളത് നോക്കിയേ,
6ലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3, 6, 9ൻ്റെ നമ്പറുകൾ F6 ആണെങ്കിൽ കണ്ട ഇവിടെ 3, 6, 9ൻ്റെ നമ്പറുകളൊക്കെ ക്രിസ്മസ് ബമ്പറും ഇതൊക്കെ അതിൽ പെടും. ഓക്കെ, അപ്പോൾ അതവിടെ കറക്റ്റാണ്. ഇവിടെ നമുക്ക് പൂജ ബമ്പറാന്ന് വിചാരിച്ചു. ഇവിടെ 10ാമത്തെ സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നതെങ്കിലും 1 കിട്ടുന്നത്. അവിടെയും കണ്ടില്ലേ പൂജ ബമ്പറും ഏകദേശം കണ്ടില്ലേ 1, 4, 7ൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അടുത്തത് നമുക്ക് മൺസൂൺ ബമ്പർ നോക്കാം. മൺസൂൺ ബമ്പർ ഇവിടെ 13ാമത്തെയാണ് മൺസൂൺ ബമ്പർ. അപ്പോൾ 3, 4 ഇവിടെ മൺസൂൺ ബമ്പർ വന്ന് കിടക്കുന്നത് 4ാം സ്ഥാനത്ത് തന്നെയാണ്. കണ്ടില്ലേ 1, 4, 7 തന്നെയാണ് മൺസൂൺ ബമ്പറും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അടുത്തത് നോക്കാം നിർമ്മൽ നമുക്ക് 4, 1, 5 കണ്ടില്ലേ ഇവിടെ നിർമ്മൽ വന്നിട്ടുള്ളത് നിർമ്മൽ 5 തന്നെയാണ്. കണ്ടില്ലേ ഇങ്ങനെ 2, 5, 8ൻ്റെ ഉൾപ്പെടുന്ന നമ്പറുകൾ ഏറ്റവും കൂടുതലൊക്കെ വരുന്നത് നിർമ്മലിലാണ്. അപ്പോൾ അങ്ങനെ നിർമ്മൽ. അടുത്തത് പി കാരുണ്യ പ്ലസ് 16ആണ്. 6, 1, 7 കാരുണ്യ പ്ലസ് കണ്ടില്ലേ. അതിലിവിടെ വന്നിട്ടുള്ളത് കാരുണ്യ പ്ലസ്സിൽ 1, 4, 7 കണ്ടില്ലേ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊരു ABCD നമ്പർ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് 16ാമത്തെ നമ്പറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഇപ്പോൾ കാരുണ്യ പ്ലസ് ഇപ്പോൾ 16 ആണെങ്കിലും അതിൽ 7 മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ 16ൻ്റെ കൂടെ 7, 4, 1 നമുക്ക് ആ കാരുണ്യ പ്ലസ്സിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ശ്രീശക്തി എന്ന് പറയുന്നത് 19 അവിടെ 1ൻ്റെ ഗണത്തിൽപ്പെട്ട 1, 4, 7 പെട്ടിട്ടുള്ളതാണ് ശ്രീശക്തി. പിന്നെ ഇത് ഓണബമ്പർ നോക്കുമ്പോൾ കണ്ടില്ലേ ഓണബമ്പർ ടി ആണ് വരുന്നത്. ടി എന്ന് പറയുമ്പോൾ 2, 5, 8 തന്നെ വരുള്ളൂ. 20ാമത്തെയാണ് ടി എന്ന അക്ഷരം വരുന്നത്. അപ്പോൾ ഇവിടെ 2 അപ്പോൾ 2, 5, 8ൻ്റെ ഗണത്തിൽ പെട്ടിട്ടുള്ള ഓണബമ്പർ വരുന്നത് കണ്ട 2, 5, 8. ഇതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2, 5, 8 എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ 8, 2, 10, 15 5, 6ൻ്റെ നമ്പറാണിത്. അതായത് 6 ഇത് കണ്ട 1, 4, 7 അതായത് 12 2, 1, 3 അപ്പോൾ 3, 6, 9ൻ്റെ ഗണത്തിൽ തന്നെയാണ് ഇതും പോണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിഷുബമ്പർ 22ാമത്തെയാണ് വി. അപ്പോൾ ഇവിടെ 4ൽ പെട്ടിട്ടുള്ളതാണ്. 2, 2, 4 കണ്ട വിഷുബമ്പർ 1, 4, 7ൻ്റെ ഗണത്തിൽപ്പെട്ടാണ് വിഷുബമ്പർ. അടുത്തത് വിൻ എന്ന് പറയുമ്പോൾ 23ാമത്തെ W. ആ 3, 2, 5 അതായത് 2, 5, 8ൻ്റെ ഗണത്തിൽപ്പെട്ടത് വിൻ W. അടുത്തത് ക്രിസ്മസ് ബമ്പർ 6 3, 6, 9ൻ്റെ നമ്പറുകളിൽപ്പെട്ട നമ്പർ തന്നെയാണ് ക്രിസ്മസ് ബമ്പർ. അപ്പോൾ ഈ 50-50യും ക്രിസ്മസ് ബമ്പറും ഒക്കെ 3, 6, 9ൻ്റെ വേറെ 3, 6, 9ൻ്റെ നമ്പർ ഇതിൽപ്പെട്ടിട്ടുള്ളത് വേറെ ഒന്നുമില്ല. കണ്ട ഇവിടെ 3, 6, 9ൻ്റെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ 3, 6, 9ൽ വന്നിട്ടുള്ളത് ക്രിസ്മസ് ബമ്പറും 50-50 മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ 3, 6, 9ൻ്റെ പേരിൽ തുടങ്ങുന്ന ഒറ്റ ടിക്കറ്റില്ല. സിയിൽ തുടങ്ങുന്നില്ല, എല്ലിൽ തുടങ്ങുന്നില്ല, യുവിൽ തുടങ്ങുന്നതൊന്നുമില്ല. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ബമ്പറും 50-50 മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ 3, 6, 9ൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നമ്പറുകൾ കൊണ്ട് നമുക്ക് ഈ നമ്പറുകളിൽ തന്നെ ഓരോ പേരടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചില്ലേ. ഇപ്പോൾ ഏതാണ് ഇത് നമ്മൾ അക്ഷയാണ് 1 മനസ്സിലായി. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെയും നമുക്ക് ഈ ഓരോ നമ്പറിൽ നിന്ന് നമുക്ക് ഓരോന്ന് തിരഞ്ഞെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓരോരോ നമ്പർ നമുക്ക് നോക്കാം. അക്ഷയാണ് നമുക്കിവിടെ 1 ഇടാം. എഫ് എടുക്കുന്നത് ഇപ്പോൾ ആണ് കേട്ടോ. ഇതാണ് എഫ് കണ്ട 3ാം സ്ഥാനത്താണ്. അപ്പോൾ നമുക്കിവിടെ 3 ഇട്ടു. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. അടുത്തത് കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറയുന്നത് ഇതേണ്ടല്ലേ 5 അപ്പോൾ നമ്മളിവിടെ 2, 5, 8 ഉണ്ട്. എങ്കിലും 5 നമ്മൾ അവിടെ പെർഫെക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ആ സ്ഥാനം അങ്ങനെ വന്നതുകൊണ്ട്. നെക്സ്റ്റ് മൺസൂൺ ബമ്പറാണ്. മനസ്സിലായി. മൺസൂൺ ബമ്പർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരുന്നതുകൊണ്ട് നമ്മളതവിടെ ഇടുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഈ മൺസൂൺ ബമ്പർ വരുന്നത് 4. പക്ഷേ 4 നമ്മൾ ആഴ്ചയിൽ തിങ്കൾ മുതൽ ശനിയാഴ്ച അല്ലെങ്കിൽ വരെ ഉള്ളതിൽ നമുക്ക് ഈ 4ന് വേറൊരു ടിക്കറ്റും കൂടി ഉണ്ടല്ലോ. കാരുണ്യ പ്ലസ് ഉണ്ട് കണ്ട. മൺസൂൺ ബമ്പർ നിർമ്മലൊന്നും വരുന്നില്ല. നിർമ്മലൊക്കെ ഇതൊക്കെ എപ്പോഴെങ്കിലും വരുന്നില്ല, കൊല്ലത്തിലൊരിക്കൽ അങ്ങനെയല്ലേ. അപ്പോൾ അത് നമ്മൾ കണക്കിൽ കൂട്ടണ്ട. എങ്കിലും 4 വരുന്നത്. പക്ഷേ അത് കാരുണ്യ പ്ലസ് 4. അപ്പോൾ ഈ 4 ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഡബിൾ 4 വരുമ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം. മൺസൂൺ ബമ്പർ ആഴ്ചയിൽ ദിവസേന വരുന്നതല്ല. അപ്പോൾ നിർമ്മൽ നോക്കിയാൽ 5ൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോഴാണ് ഇപ്പോൾ നമ്മളിവിടെ കാരുണ്യ 5 ആണെങ്കിൽ നിർമ്മലും 5 തന്നെയാണ്. ഇവിടെ ഡബിൾ 5നൊക്കെ വരുന്നത് കൂടുതലും അടിക്കുന്നത് കണ്ടില്ല. കാരണം ഒരാഴ്ചയിൽ തന്നെ 2, 5 വരുന്നുണ്ട്. അവിടെ കാരുണ്യം വരുന്നുണ്ട്, നിർമ്മലും വരുന്നുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ 78, 55 എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ 78, 55 ഇതിൽ തന്നെ കാര്യങ്ങൾ. ഇത് 7 ശ്രീശക്തിയാണ്, 8 വിൻവിനാണ്, ഇത് നിർമ്മലും കാരുണ്യമാണ്. ഇങ്ങനെ നമ്പറിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ 2, 5 കഴിഞ്ഞു. അടുത്തത് കാരുണ്യ പ്ലസ് ആണ്. പ്ലസ് ഞാൻ പറഞ്ഞില്ലേ, പ്ലസിൻ്റെ സ്ഥാനത്ത് ഇവിടെയാണ് കിടക്കുന്നത്. അതായത് 4
നമുക്കിവിടെ 4 ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീശക്തിയാണ്. ശ്രീശക്തി എടുക്കുന്നത് AJS ഏറ്റവും ലാസ്റ്റ് 1 4 7 7ആണ് ശ്രീശക്തി. ഓക്കെ, നമ്മളിവിടെ 7 ഇട്ടു. അത് കഴിഞ്ഞാൽ ഓണമമ്പർ പിന്നെ കൊല്ലത്തിലൊരിക്കലേ വരുള്ളൂ. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ 2 5 8 ഓണമമ്പർ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. വിഷുബമ്പറും കൊല്ലത്തിലേ വരുള്ളൂ. അപ്പോഴും ഇവിടെ 7 തന്നെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ വിഷുബമ്പർ. ഓക്കെ, 7 പിന്നെ ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഡബിൾ 5 ഡബിൾ 7 ഡബിൾ 4 അതിൽ ഗണത്തിൽപ്പെടും. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഓണബമ്പർ മാത്രമാണ് ഇതിൽ ഈ ഡബിൾ 5ൻ്റെ കൂടെയൊക്കെ കയറി വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പം നമ്മളുള്ളത് വിൻവിനാണ് പിന്നെ ലാസ്റ്റ് അല്ലേ. വിൻവിന് വന്നിട്ടുള്ളത് 8ാം സ്ഥാനത്ത് തന്നെയാണ്. കണ്ടില്ലേ, അവിടെയും ഓണബമ്പർ 8ലേക്കാണ് വരുന്നതെങ്കിൽ അവിടെയും വിൻവിനും ഓണബമ്പറും കൂടി ചേർന്നിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഇത്. അതെ, ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതാണ് സംഭവം. ഇനി ഇതിലിടാത്തത് വല്ലതുണ്ടോ? വിൻവിൻ കഴിഞ്ഞു. ഇതിൽ നമുക്ക് നോക്കി നോക്കാം. അത് കണ്ടില്ലേ, അക്ഷയ 50-50, കാരുണ്യ, നിർമ്മൽ, കാരുണ്യ പ്ലസ് ശ്രീശക്തി, വിൻവിൻ. ഇങ്ങനെ ഈ ഇങ്ങനെ ഇതിൽ തന്നെ ഈ നമ്പറുകളിൽ തന്നെ എന്താ പറയുക, ഈ നമ്പറുകളിൽ തന്നെ ഓരോരോ പേരുണ്ട്. ഇനി നമുക്ക് ആ നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് ഓരോ 4 അക്ക നമ്പറുകൾ നമുക്ക് ഉണ്ടാക്കി നോക്കി നോക്കാം. ഓരോ 4 അക്ക നമ്പർ മനസ്സിലായില്ലേ? ഇത് അക്ഷയാണ്, ഇവിടെ 50-50 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓർഡർ പ്രകാരമാണ് നോക്കിയിട്ടുള്ളത്. പക്ഷേ അവരിടുന്ന രീതി പ്രകാരം നമുക്ക് നമ്പർ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക, കാരുണ്യാണ്, ഇവിടെ നിർമ്മലാണ്, കാരുണ്യ പ്ലസ് ആണിത്. ഇത് ശ്രീശക്തിയാണ്. മനസ്സിലായില്ലേ? ഇത് ശ്രീശക്തിയാണ്. പിന്നെ ഇടുന്നത് വിൻവിനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പേരിൽ തന്നെ ഈ സംഭവം അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതെടുത്ത് നോക്കി നോക്കാം. ഞാൻ ചില നമുക്ക് അക്ഷയ തന്നെ തുടങ്ങാം. ഇത് അക്ഷയാണല്ലോ. അതെ, അക്ഷയ 1. അവരിടുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. 1 അക്ഷയ 1ആണ്. അത് കഴിഞ്ഞ് അവരിടുന്നത് വിൻവിനാണ്. വിൻവിൻ എത്രയാണ്? 8ആണ്. 8. അത് കഴിഞ്ഞ് അവരിടുന്നത് ശ്രീശക്തിയാണ്. ശ്രീശക്തി. ഓക്കെ, ശ്രീശക്തി എത്രയാണ്? 7ആണ്. 7. അത് കഴിഞ്ഞ് അവരിടുന്നത് നോക്കിയേ 50-50 ആണ്. 50-50 എത്രയാണ്? 3ആണ്. ഓക്കെ, കണ്ടോ? ഈ 1873 എന്ന് പറഞ്ഞൊരു നമ്പറിൽ ഭയങ്കര ഡിസ്റ്റൻസ് മനസ്സിലായ. അപ്പോൾ ആ 1873 നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ? നോക്കി നിങ്ങൾ ഈ നമ്പർ നോക്കിക്കേ, എത്ര അടിച്ചിട്ടുള്ളത്? 1873. ഈ നമ്പറിൽ തന്നെ ഓരോ ടിക്കറ്റിൻ്റെ പേര് അടങ്ങിയിട്ടുണ്ട്. 1378, 1738, 1873. ഈ നമ്പർ നമ്മളെ കണ്ണിൽ പൊടിയിരുന്ന ഒരു നമ്പറാണ്. ഈ നമ്പറുകളിൽ ഇപ്പോൾ അക്ഷയയിലാണെങ്കിൽ ഒന്നിൽ തുടങ്ങുന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ 1 അവസാനിക്കുന്ന രീതിയിൽ അത് അടിക്കും. ഈ നമ്പർ ശ്രീശക്തിയിലാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് 7 തുടങ്ങുന്നതോ അല്ലെങ്കിൽ ലാസ്റ്റ് 7 വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. വിൻവിനിലാണ് ആ നമ്പർ കാണുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് 8 വരുന്ന രീതിയിലോ 8 തുടങ്ങുന്ന രീതിയിലോ നമുക്ക് എടുക്കാൻ പറ്റും. 50-50ലാണെങ്കിൽ ആ ലാസ്റ്റ് 3 വരുന്ന അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 3 തുടങ്ങുന്ന രീതിയിലുള്ള നമ്പർ, ഈ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തൊരു നമ്പർ കാണിച്ചിട്ട് അങ്ങനെ കുറച്ച് നമ്പർ നമുക്ക് കിട്ടുള്ളൂ. ആ നമ്പർ നമ്മുടെ കണ്ണിൽ ശരിക്കും പൊടിയിട്ട് ഇളക്കിയിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ടാ. അപ്പോൾ അക്ഷയുടെ ഇത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇതിനെ ഇങ്ങനെ തിരിക്കാം. അതെ, വിൻവിനിൽ നോക്കി നോക്കാം. അതെ, വിൻവിൻ എത്രയാണ്? 8. വീണ്ടും അടുത്ത നമ്പർ കിട്ടും 8. വിൻവിൻ കഴിഞ്ഞാൽ 8. ശ്രീശക്തി 7. അത് കഴിഞ്ഞാൽ 50-50 3. അത് കഴിഞ്ഞാൽ കാരുണ്യ പ്ലസ് ആണ്. കാരുണ്യ പ്ലസ് എത്രയാണ്? 4ആണ്. ഈ ഒരു നമ്പറും നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് ഇളക്കിയിട്ട് മുന്നോട്ട് പോകണം. ഞാൻ കാണിച്ചു തരാം ഏത് രീതിയിൽ. ഇന്നലെ അവർ അടിച്ചിട്ടുണ്ടാവും. ഏതല്ലേ 3478 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ. ഈ നമ്പർ പല രീതിയിലും എത്രയോ പ്രാവശ്യം 3478 പോരാത്തതിന് ഉണ്ടാ 7483 പല രീതിയിൽ നിങ്ങൾക്ക് അടിച്ച് കാണാൻ പറ്റും ആ നമ്പർ. മനസ്സിലായി? അപ്പോൾ ഈ നമ്പർ നമുക്ക് കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ, ഇപ്പോൾ നിർമ്മലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ലാസ്റ്റ് നിർമ്മൽ എത്രയാണ്? 5ആണല്ലോ. ഇതല്ല, നിർമ്മൽ 5ആണ്. അപ്പോൾ നിർമ്മൽ ഇത് അടിച്ചിട്ടുള്ളത് നോക്കി നോക്കിയാൽ ലാസ്റ്റ് 8 വരുന്ന രീതിയിലാണ്. എന്താ കാരണം വെച്ചാൽ നിർമ്മൽ 5ആണ്. 5 എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ 2 5 8ൻ്റെ രീതിയിലാണ് നിർമ്മൽ പോണത്. നിർമ്മൽ 2 5 8. അപ്പോൾ ആ നമ്പർ നമുക്ക് ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് 5 എത്രയാണ് വന്നിട്ടുള്ളത്? 8ആണ്. അപ്പോൾ 8 വരുന്ന രീതിയിൽ ആ നമ്പർ അടി വരും. മനസ്സിലായ? ഈ നമ്പർ ലാസ്റ്റ് 8 വരുന്ന രീതിയിൽ നമുക്ക് നിർമ്മലിലെടുക്കാം, അതുപോലെ കാരുണ്യയിലെടുക്കാം. ഇങ്ങനെയാണ് സംഭവം. ഇനി അടുത്തൊരു നമ്പർ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് നമ്പറുകളുണ്ട്, അതാണ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ശ്രീശക്തി തുടങ്ങാം. ഇപ്പോൾ ഇത് ശ്രീശക്തിയാണ്. ശ്രീശക്തി എത്ര? 7ആണ്. അത് കഴിഞ്ഞാൽ ഇതേതാ? 50-50 ആണ്. 50-50 3ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാരുണ്യ പ്ലസ് ആണ്. കാരുണ്യ പ്ലസ് 4ആണ്. പിന്നെ ഇവിടെ കാരുണ്യ പ്ലസ് കഴിഞ്ഞാൽ ഇന്ന്
കാരുണ്യ പ്ലസ് കഴിഞ്ഞാൽ അത് എത്ര നിർമ്മലാണ്. നിർമ്മല ഇവിടെ വന്നിട്ടുള്ളത് എത്രയാണ് 5ആണ്. ഈ ഒരു നമ്പറും നിങ്ങൾക്ക് കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകണം കാണാൻ പറ്റും. അത് പല രീതിയിലും അടിക്കും. ഫസ്റ്റ് പ്രൈസ് ആയാലും സെക്കൻഡ് പ്രൈസ് ആയാലും കണ്ടില്ല 7345 എന്ന് പറഞ്ഞ ഈ നമ്പറിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മൾ എഴുതിയിട്ടുള്ള ഈ നമ്പറിൽ 7345 ഇതുണ്ടല്ലേ 7435 ഇവിടെ ഇതേ ഇവിടെ 7345 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ 8734 ഇതിൽ 8734 ഇല്ലേ 8734 കണ്ട. ഈ നമ്പറുകൾ നമ്മൾ വിചാരിക്കാത്തൊരു നമ്പറാണ്. അതുപോലെ തന്നെയാണ് ഇനി അടുത്തൊരു നമ്പറും കൂടി കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് നമ്പറാണ് നമുക്ക് കിട്ടുള്ളൂ. ആ നമ്പറിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അടുത്ത നമ്പർ കൂടി കാണിച്ചു തരാം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 3 തുടങ്ങുന്നതാണ് കേട്ടോ. ഇപ്പോൾ നോക്കാം നമുക്കിത് 3 50-50 ആണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി. ഇതൊക്കെ ഓരോ പേരിൽ അടങ്ങിയില്ല. 3 50-50 ആണ്. 4 പിന്നെ കാരുണ്യ പ്ലസ് ആണ്. 5 ഇവിടെ വരുന്നത് നിർമ്മലാണ്. ഓക്കെ 5 നിർമ്മലാണ്. നിർമ്മല കഴിഞ്ഞ് ഇന്ന് ഏതാ? നിർമ്മല കഴിഞ്ഞ് ഇന്ന് കാരുണ്യമാണ്. നിർമ്മല കഴിഞ്ഞാൽ കാരുണ്യമാണ് അല്ലേ. നിർമ്മല കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരുണ്യം തന്നെയല്ലേ. നിർമ്മല കഴിഞ്ഞാൽ കാരുണ്യമാണ്. അപ്പോൾ കാരുണ്യം എത്രയാണ്? 5 തന്നെയാണ്. ഇവിടെയാണ് ഡബിൾ 5ൻ്റെ കളി വരുന്നത്. ഇവിടെ ഡബിൾ 5 കയറി വരുന്നത് ഇങ്ങനെയാണ്. 3455 എന്ന് പറഞ്ഞൊരു നമ്പർ. ആ നമ്പറും നിങ്ങൾക്ക് കാണാൻ പറ്റും. 5543 ആയിട്ടും 5534 ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇതിന് മുന്നേ എവിടെയൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ആ നമ്പറൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കയറി വരുന്ന നമ്പറുകളായിരിക്കും. അതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഓക്കെ ഞാനത് തിരഞ്ഞ് കണ്ടുപിടിക്കുമ്പോൾ സമയം പിടിക്കും. ഇതേ 5534 ആയാലും ശരി 5543 ആയാലും ശരി ഈ നമ്പറുകളൊക്കെ നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്ന നോട്ട് ചെയ്ത് വെച്ചോ ബെസ്റ്റ് നമ്പറുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഇതാണ് ആ നമ്പറുകൾ. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കി നോക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്പർ നമ്മൾ നോക്കുന്നത് 45-ലാണ്. ഓക്കെ അതായത് കാരുണ്യ പ്ലസ് തൊട്ട് തുടങ്ങി. കാരുണ്യ പ്ലസ് 4 ഇവിടെ തന്നെ നോക്കാം. അതെ കാരുണ്യ പ്ലസ് 4ആണ്. പിന്നെ കാരുണ്യ പ്ലസ് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് നിർമ്മലാണ്. നിർമ്മല എന്തായാലും 5ആണ്. അത് കഴിഞ്ഞാൽ നിർമ്മല കഴിഞ്ഞാൽ ഇന്ന് കാരുണ്യമാണ്. ഓക്കെ കാരുണ്യ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാ? കാരുണ്യ കഴിഞ്ഞാൽ അക്ഷയാണ് വരുന്നത് അല്ലേ. കാരുണ്യ കഴിഞ്ഞാൽ അക്ഷയാണ് വരുന്നത്. കാരുണ്യ കഴിഞ്ഞാൽ അക്ഷയ. അപ്പോൾ ഇവിടെ അക്ഷയ 1ആണ്. ഈ ഒരു നമ്പർ നിങ്ങൾ കാണിച്ചു തരാം ഞാൻ. അതെ ഇതിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോക്കിയോ കേട്ടാ 5 അതായത് 4551 അതായത് 4551 എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ 4551 കണ്ടില്ലേ. 4551 ആയാലും ശരി 5514 ആയാലും ശരി അതും ഈ ഒരു ഇതിൽ ഗണത്തിൽപ്പെട്ടിട്ടുള്ളൊരു നമ്പറാണ്. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 55 വരുമ്പോഴും അത് വരുന്നത് ഞാൻ കാണിച്ചില്ല. ഇപ്പോൾ 55 വരികയെന്ന് വിചാരിച്ചോ. ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് കേട്ടോളോട്ടോ കണ്ടോളോട്ടോ. അത് ഇനി നമുക്ക് 55 നോക്കാം. ഇതടുത്തത് 5 എന്ന് പറയുന്നത് നിർമ്മലാണ്. പിന്നത്തെ 5 എന്ന് പറയുന്നത് കാരുണ്യമാണ്. പിന്നത്തെ എന്തായാലും അക്ഷയാണ്. അക്ഷയ കഴിഞ്ഞാൽ പിന്നെ അവർ ഇടുന്നത് ഏതാ? നമ്മൾ സാധാരണ ആ വട്ടത്തിൽ റൗണ്ട് മുട്ടി. അക്ഷയ കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നത് ഏതാ? വിൻവിന്നാണ്. വിൻവിൻ അല്ലേ. വിൻവിൻ W എത്രാമത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് 8ആണ്. ഇതേ 5518 ഈ ഒരു നമ്പർ നല്ലൊരു നമ്പറാണ്. ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ നോക്കിയാൽ നിങ്ങൾ ഇതൊരു 5518 കണ്ട. 5518 വിൻവിനിൽ അടിച്ചിട്ടുള്ള കണ്ടില്ലേ 5518. അത് ഇതിലടിച്ചിട്ടുള്ള 50-50 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 5518 ഈ ഒരു നമ്പർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഇനി അടുത്തത് വരികയാണെങ്കിൽ വീണ്ടും 51 തുടങ്ങാണ്. അപ്പോൾ 51 എന്ന് പറയുമ്പോൾ നിർമ്മൽ കഴിഞ്ഞ് കാരുണ്യ കഴിഞ്ഞ്. അപ്പോൾ കാരുണ്യം എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കാരുണ്യ 5ആണ്. ഇത് അക്ഷയാണ്. ഇത് വിൻവിന്നാണ്. വിൻവിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ വരിക? ശ്രീശക്തിയാണ്. ഈ ഒരു നമ്പറും നിങ്ങൾ നോക്കി നോക്കിയോ പല രീതിയിലും തിരിച്ചും മറിച്ചും അടിച്ചു വരും കണ്ട. 1578 ആണെങ്കിൽ പിന്നെ ഇന്നലെ ആയാലും എന്നായാലും 1578 ആയാലും ആ നമ്പർ ഇതേ ഇതിൻ്റെ പിറ്റേഴ്സ് നോക്കിയാൽ 5781 വേണ്ട 5781 ഈ നമ്പറിൽ ഇങ്ങനൊരു അർത്ഥമുണ്ട്. കറക്റ്റായിട്ട് 5187 കറക്റ്റായിട്ട് ശ്രീശക്തിയിൽ അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കാരണം ലാസ്റ്റ് 7 വരുന്ന രീതിയിൽ ശ്രീശക്തിയിൽ കഴിഞ്ഞ ആഴ്ച ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഓരോ നമ്പറുകളിലും ഭയങ്കര അർത്ഥം ഉണ്ട് കണ്ടോ. 5187 ഈ നമ്പർ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള 5187 ലാസ്റ്റ് 7 വരുന്ന രീതിയിൽ അടിച്ചിട്ടുള്ളത് ശ്രീശക്തിയിൽ തന്നെയാണ്. ശ്രീശക്തി 7ആണ്. ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു നമ്പർ അവിടുന്ന് അടിച്ചതിന് ശേഷമാണ് ഈ ഒരു അടക്ക് എടുത്ത് നോക്കി റിസൾട്ട്. അതായത് 10-9 ശേഷം ഈ 5187 വന്നതിന് ശേഷം അവിടുന്ന് തൊട്ട് ഇവിടം വരെ ഈ നമ്പർ 5187 പല രീതിയിലും തിരിച്ച് മറിച്ചടിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ അതാണ് 5187. നെക്സ്റ്റ് പിന്നെ വീണ്ടും നമ്മളിവിടെ
ഇനി നമ്പർ കഴിഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഇനി വീണ്ടും നമ്മൾ എഴുതുന്നത് വീണ്ടും അക്ഷയയാണ്. അതായത് ഇത് അക്ഷയയാണ്, ഇത് വിൻ ആണ്, ഇത് ശ്രീശക്തിയാണ്. പിന്നെ ശ്രീശക്തി കഴിഞ്ഞാൽ നമ്മൾ പോണത് 50-50ലേക്കാണ്. അപ്പോൾ വീണ്ടും 3ആയി. അപ്പോൾ ഈ 1873 വീണ്ടും നമ്മൾ ഇവിടെ എത്തി. മനസ്സിലായില്ലേ? ഈ 1873 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ എത്തി. ഇതാണ് സംഭവം. ഇത്രയും നമ്പറുകൾ 1 2 3 4 5 6 7 നമ്പർ. മനസ്സിലായില്ലേ? 7 നമ്പറാണ്. അതായത് നമുക്ക് ആകെയുള്ളത് ഇവിടെ നോക്കുമ്പോൾ അക്ഷയ 1 2 3 4 5 6 7 നമ്പർ. ഈ 7 നമ്പർ 7 ദിവസം, അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി 7 ദിവസം. അതേപോലെ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ നമ്പറുകളും 7 നമ്പർ 1 2 3 4 5 6 7 നമ്പർ. ഈ 7 നമ്പറിനും വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. മനസ്സിലായ? ഇനി ഈ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് ഏകദേശം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമായി. ഇനി ഇതിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇപ്പോൾ അക്ഷയ 1 ആണെങ്കിൽ അല്ലെങ്കിൽ 50-50 3 ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള 50-50 6 അതുപോലെ എന്താ പറയുക കാരുണ്യ 11 കാരുണ്യ എന്ന് പറയുന്നത് 2 2 5 8 2 5 8 ആ ഗണത്തിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ 5ഉം ഈ 11ഉം ഇതൊക്കെ വരുന്നത് ഈ 11ഉം 2ഉം ഒക്കെ ഈ കാരുണ്യയിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് മാത്രമല്ല, അതിൽ ഫസ്റ്റ് പ്രൈസിലും കുറേ അതല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസിൽ വരെ നമുക്ക് എന്താ പറയുക ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് ഈ നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വേറൊരു നമ്പറാണ്. അതേതാണ്? അതായത് സെക്കൻഡ് പ്രൈസിൽ വരെ നമുക്ക് പിടിക്കാൻ പറ്റിയൊരു നമ്പർ. ഇപ്പം ഞാനൊക്കെ ഒരു ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ അടക്കം ഞാൻ എടുത്തുള്ളൊരു ടിക്കറ്റ് കേട്ടോ. ഇന്നലെ അടക്കം ഞാനിത് ഇന്നലെ എടുത്തൊരു ടിക്കറ്റാണ്. നോക്കിയേ 5178. 5178 എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കാണുന്ന നമ്പറുകളാണ് കൂടുതൽ ഞാൻ എടുക്കുന്നത്. കണ്ടോ, ഇവിടെ കാണുന്ന ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതായത് 5 ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. 5 നിർമ്മൽ അല്ലെങ്കിൽ കാരുണ്യ, 1 അക്ഷയ, 7 ശ്രീശക്തി, 8 വിൻവിനാണ്. ഇവിടെ 4 കാരുണ്യ പ്ലസ് ആണ്. അങ്ങനെ ഞാൻ ആ ഒരു പേരിലടങ്ങിയിട്ടുള്ള ഒരു ടിക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇന്നലെ അടിച്ചിട്ടുള്ള നമ്പറും ഏകദേശം 157802 അവിടെ നമുക്ക് മിസ്സിങ് വന്നിട്ടുള്ളതാണ്. കണ്ട സെക്കൻഡ് പ്രൈസിൽ 157802. ഞാൻ 02 അവിടെ കണ്ടപ്പോൾ ഞാൻ എടുക്കാണ്ട് അവിടെ 04 എടുത്തത്, കാരണം നമ്മളതിൽ കിട്ടാൻ. അപ്പോൾ മിസ്സിങ് ആണ്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രൈസ് വരെ നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് വരെ നമുക്ക് പിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഇതിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എ ബി സിയുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എ ബി സിയുടെ ഒരു മെത്തേഡ് കിട്ടും നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോസിൽ എന്തായാലും ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരുപാട് സമയമായി. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ. പല രീതിയിലും ഈ നമ്പർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ. മിക്ക ദിവസങ്ങളിൽ നമ്മൾ കണ്ണിൽ പൊടിയിടുന്ന നമ്പറുകളാണ് ഈ നമ്പറുകൾ, മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ഷമയോടുകൂടി കേട്ട് നിന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോണത് ഇനി ഫസ്റ്റ് പ്രൈസിൻ്റെ 3 അക്ക നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ എ ബി സി കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.